ഹലോ മക്കളെ, അങ്ങനെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന എക്സാമിനറിൻ്റെ +1 നീറ്റിൻ്റെയും +1 കീമിനും വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്സിൻ്റെ റിസൾട്ടുകൾ ഔട്ടായിരിക്കുകയാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ 2 PDFs കൊടുത്തിട്ടുണ്ടാവും, 2 ലിങ്ക്സ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അതിലുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ പേര് അതിലുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്കോളർഷിപ്പ് ജയിച്ചിരിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് നിങ്ങൾ നീറ്റിൻ്റെ സ്കോളർഷിപ്പ് നിങ്ങൾ ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് നിങ്ങൾ കാണാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ +1ലും അതുപോലെ തന്നെ +2ലും എക്സാമിനറിനൊപ്പം ഫ്രീ ആയിട്ട് ഒരു ഫീസും കൂടാതെ നിങ്ങൾ പഠിക്കാൻ റെഡി ആയിക്കോളൂ. കാരണം നിങ്ങൾ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പേരിനോടൊപ്പം തന്നെ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാം. ആ നമ്പർ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തുള്ള ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആണ്. സോ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളെല്ലാവരും കാത്തിരുന്നതാണ്, നിങ്ങളിൽ പലരും ആഗ്രഹിച്ചൊരു സ്കോളർഷിപ്പ് ആയിരിക്കും ഇത്. ഒബ്വിയസ്ലി എല്ലാവർക്കും അതിൽ നേടാൻ സാധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ പരീക്ഷ എഴുതിയവരിൽ ഏറ്റവും മിടുക്കരായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്ത കുറച്ച് കുട്ടികൾക്കായിരിക്കും ആ സ്കോളർഷിപ്പ് ലഭിച്ചതുണ്ടാവുക. സോ സ്കോളർഷിപ്പ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. അതേസമയം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഏതാണോ എക്സാം ടാർഗറ്റ് ചെയ്യുന്നത്, ഓക്കെ, ആ എക്സാം നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിചാരം പോലും നിങ്ങൾക്ക് ഉണ്ടാവരുത്. കാരണം എക്സാം നടക്കാൻ പോകുന്നത് നാളെയല്ല, അത് 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. സോ ആ 2 വർഷം വിൽ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സ്കോളർഷിപ്പ് നടന്നിരിക്കുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള നിങ്ങളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. അതേസമയം സ്കോളർഷിപ്പ് ലഭിച്ചവർ മക്കളെ, നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റു പല കുട്ടികൾക്കും ലഭിക്കാത്ത ഒരു ചാൻസാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റു പലരും അവരാഗ്രഹിച്ച ഒരു സീറ്റാണ് എക്സാമിനറിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. സോ നിങ്ങളത് ഒരു കാരണവശാലും അത് പാഴാക്കരുത്. അതിനെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. എല്ലാ രീതിയിലും നിങ്ങൾ അക്കാഡമിക്സ് ആയിട്ടും അല്ലാത്ത രീതിയിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിരിക്കും. പക്ഷെ നിങ്ങൾ തന്നെ വിചാരിച്ചാൽ, നിങ്ങൾക്ക് തന്നെ ആ തീവ്രമായിട്ടുള്ള ആ ആഗ്രഹം ഉണ്ടെങ്കിലേ എക്സാമിനർ നിങ്ങളെ സഹായിക്കാൻ കഴിയുള്ളൂ. സോ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാക്സിമം യൂസ് ചെയ്യുക. ഓൾസോ സ്കോളർഷിപ്പ് ജയിച്ചവരൊക്കെയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ പേര് കണ്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക, സാർ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി എന്നുള്ള കാര്യം. ഇനി ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, സ്കോളർഷിപ്പ് ലഭിക്കാത്തവർ ഒരു കാരണവശാലും നിരാശരാവരുത്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും വർക്ക് ചെയ്യാൻ റെഡിയാണ്, ഹാർഡ് വർക്ക് ചെയ്യാനും ആ തീവ്രമായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എയിമിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരാൻ പോവാണ്. ഓക്കെ, ഇനി സ്കോളർഷിപ്പ് ജയിച്ചവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളുടെ പേര് ആ ലിസ്റ്റിൽ നിങ്ങൾ കാണാം, നമ്പർ വെരിഫൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ആഴ്ച തന്നെ നിങ്ങളെ ഒരാൾ കോൺടാക്ട് ചെയ്യും എക്സാമിനറിന്. എന്നിട്ട് നിങ്ങളുടെ ബാച്ചിലേക്ക് എൻറോൾ ചെയ്യും. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവർ നോക്കിക്കോളും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഓക്കെ, നമ്മുടെ +1 അഗ്നി ബാച്ചും പൃഥ്വി ബാച്ചും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിനോടൊപ്പം തന്നെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. അത് ജൂലൈ 3-ാം തീയതി ആയിരിക്കും. ഓക്കെ, ജൂലൈ 3-ാം തീയതി ഓറിയൻറ്റേഷൻ ഉണ്ടാവും. അതോടെ നിങ്ങളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഇനി ഓൾറെഡി ബാച്ചിൽ അഡ്മിഷൻ ഞാൻ എടുത്തു, എന്നിട്ട് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി, അപ്പോൾ എൻ്റെ ഫീസ് എനിക്ക് തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? തീർച്ചയായിട്ടും. നിങ്ങൾ ഓൾറെഡി ഫീസ് അടച്ചിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിൽ, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് തിരിച്ച് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല പഠിക്കാൻ വേണ്ടി. കാരണം നിങ്ങൾ സ്കോളർഷിപ്പ് ജയിച്ച കുട്ടിയാണ്. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, സാർ ഞാൻ ഓൾറെഡി എക്സാമിനറിനെ പൃഥ്വി ബാച്ചിൽ പഠിച്ച് തുടങ്ങി, എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി, അപ്പോൾ ഞാൻ വീണ്ടും ജൂലൈ 3 വീണ്ടും സ്റ്റാർട്ട് ചെയ്യണോ? വേണ്ട. നിങ്ങൾ ഓൾറെഡി സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടിയാണ്, നിങ്ങൾ ഓൾറെഡി എക്സാമിനറിൻ്റെ ബാച്ചിൽ പഠിച്ചു തുടങ്ങിയ കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനുള്ള ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുക. വീണ്ടും ജൂലൈ 3 ഓറിയൻറ്റേഷൻ വന്ന് ഇരിക്കേണ്ട. ഓക്കെ, അത്രയേ ഉള്ളൂ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് മക്കളെ. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത, നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഒറ്റ കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളൂ, ഈ സ്കോളർഷിപ്പ് എക്സാം മിസ്സായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓക്കെ, അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല സർ എന്ന് ഉള്ള ഒരു സ്ഥിതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീണ്ടും ഒരു സ്കോളർഷിപ്പ് എക്സാം നടക്കുമോ എന്നുള്ള കാര്യം നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോയെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഒന്ന് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. അടിച്ച് പൊളിച്ച് പഠിക്കുക. ഇനി അങ്ങോട്ട് നീറ്റ് ആണെങ്കിലും കീം ആണെങ്കിലും എക്സാമിനർ ഉണ്ടാവും നിങ്ങൾ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ബൈ ആൻഡ് ടേക്ക് കെയർ.